കോടിയേരി ബാലകൃഷ്ണൻ 3 മണിക്കൂർ ശംഖുമുഖത്ത് എന്നോടൊപ്പം വേദി പങ്കിട്ടത് തീവ്രവാദം വളരാൻ കാരണമെന്നാണ് നാട് നീളെ പ്രസംഗിക്കുന്നത്. വിനയപൂർവ്വം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കോടിയേരി ബാലകൃഷ്ണനായാലും പ്രേമചന്ദ്രനായാലും MA ബേബി ആയാലും ഇവരൊക്കെ എന്നെ അടുത്ത് വന്നതും എന്നോട് വേദി പങ്കിട്ടതും എന്റെ കൂടെ ഇരുന്നതും ഒക്കെ ഞാൻ എന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം 100% കുറ്റവിമുക്തനാക്കി നീണ്ട 9.5 വർഷക്കാലം കാരാഗ്രഹത്തിൽ കിടന്ന് അതികഠിനമായ പീഡനങ്ങളും വേദനകളും സഹിച്ച് അവിടുന്ന് കഠിനമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമായി അതിനുശേഷം കോടതി എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു ചെറിയ കുറ്റം പോലും ചാർജ് പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി ഞാൻ പൂർണ്ണമായും കുറ്റവിമുക്തനായി എന്റെ സംസ്ഥാനത്ത് വന്ന് തിരുവനന്തപുരത്ത് ആ മന്ത്രിമാരിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ശംഖുമുഖത്ത് എത്തിയപ്പോഴാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാർ എന്നെ സ്വീകരിക്കാൻ എത്തിയത്. എന്നാൽ എന്റെ കേസ് ട്രയൽ നടക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി വന്നില്ലേ, VM സുധീരൻ വന്നില്ലേ, കേരളത്തിലെ പ്രമുഖരായ ലീഗ് നേതാക്കന്മാര് വന്നില്ലേ? പേര് മാറ്റിയിട്ടല്ലേ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഒരു MLA കോയമ്പത്തൂര് വന്നത്? തെളിവെന്റെ അടുത്തുണ്ട്. പേര് മാറ്റിയിട്ടാണ് MLA എന്ന് പറയാതെയാണ് മുസ്ലിം ലീഗിന്റെ ഒരാൾ കോയമ്പത്തൂര് വന്നത്. ഇങ്ങനെ എത്ര ആളുകൾ കോയമ്പത്തൂര് വന്നു? എന്തിനാ? പിന്തുണയ്ക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്ക് വേണ്ടി. ഞാൻ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം കേരളത്തിന്റെ മന്ത്രിമാർ എന്നോടൊപ്പം വേദി പങ്കിട്ടതും ഞാൻ കുറ്റവിമുക്തനാക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ കുറ്റവാളിയാണോ അല്ലയോ, എനിക്കെതിരെ സാക്ഷികൾ പറയുമോ ഇല്ലയോ, ഇതൊന്നും അറിയുന്നതിന് മുമ്പ്, തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് UDF-ന്റെ നേതാക്കന്മാർ കോയമ്പത്തൂർ ജയിലിന്റെ മുന്നിൽ മണിക്കൂറുകളോളം വെയിൽ കൊണ്ട് കാത്തുകിടന്നില്ലേ?